ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ സ്നേഹം എങ്ങനെ നേടിയെടുക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ്. ലൈഫിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക. നാം എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നു. എപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോണ്ട് വളരെ പ്രധാനമാണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കൂടെ നിൽക്കാൻ നമ്മുടെ ഹസ്ബൻഡ് മാത്രമേ കാണുള്ളൂ എന്നുള്ളൊരു വിചാരം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു ബിഗ് ഫാമിലിയിൽ ഫാദറും മദറും ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ എല്ലാവരും ഉണ്ടാവും. എന്നാൽ നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും പേരൻസും ചിൽഡ്രൻസും ഒക്കെ പല ഭാഗങ്ങളിലായി മാറിപ്പോകുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ പഠനാവശ്യത്തിനായി പുറത്തു പോകുന്നു. പേരൻസ് എല്ലാ കാലം വരെയും നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടാകണം എന്നില്ല. എന്നാൽ ഹസ്ബൻഡും വൈഫും മാത്രമേ എന്നും കൂടെ ഉണ്ടാവുകയുള്ളൂ. അത് മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു 5-6 വർഷത്തിന് ശേഷമായിരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. ആരെയും കുറ്റം പറയാതിരിക്കുക. അതിപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരാളെക്കുറിച്ച് മോശമായി അവർ പെരുമാറിയാലും നമ്മൾ അത് വിട്ടുകളയുക. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നന്ദിയുള്ളവരായിരിക്കുക. ഒരുപാട് സ്ട്രെസ്സും ടെൻഷൻസും തോളിലേറ്റിയാണ് അവർ ജോലി ചെയ്യുന്നത്. അവർ വരുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം, അവരെ ആശ്വസിപ്പിക്കാം. സ്ട്രെസ്സും ടെൻഷനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മാനസികമായി അവർക്ക് നന്നായി സപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. ഹസ്ബൻഡും വൈഫും തമ്മിൽ പരസ്പരം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. എപ്പോഴും ഹസ്ബൻഡിനോട് പരാതികൾ പറയുന്നത് നിർത്തുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക. ആവശ്യമില്ലാത്ത വഴക്കുണ്ടാകുന്ന കുടുംബങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ പാർട്ട്ണറെക്കുറിച്ച് ഒരിക്കലും കുറ്റം പറയാതിരിക്കുക. അവർ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്തെങ്കിലും വാങ്ങാൻ പറയുന്ന സമയത്ത് മറന്നു പോകുന്നു. നമ്മൾ ഇതിലൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക. അവർ ഒരുപാട് ടെൻഷൻസും ആയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ വിട്ടു പോകുന്നതാണ്. അപ്പോൾ അവർ വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആ കാര്യം നമുക്ക് ഫോൺ ചെയ്ത് അവരെ ഓർമ്മിപ്പിക്കാവുന്നതാണ്. ഹസ്ബൻഡിനോട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെയുള്ള വ്യക്തിയായിരിക്കാം. ഹസ്ബൻഡിനും ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനു വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുക. സ്വന്തമായി ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാക്കിയെടുക്കുക. സ്വന്തമായി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേടാനായിട്ട് പരിശ്രമിക്കുക. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് വല്ലാത്തൊരു പ്രൗഡ് മൊമെൻ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരിക്കും അത്. ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഈസിയായി കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.